ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ ചേച്ചിയുടെ കൂട്ടുകാരും. ചേച്ചിയുടെ SSLC ബാച്ചാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങൾ വാടാനപ്പള്ളിയിലുള്ള തോട്ടുങ്കൽ ടീമിൻ്റെ വണ്ടിയിലാണ്, ട്രാവലറിലാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളെ NHൻ്റെ പണികൾ നടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ സെൽഫി ചേച്ചീനെ കാണാൻ വേണ്ടി. എൻ്റെ അടുത്തല്ല ചേച്ചി, അപ്പുറത്തെ സീറ്റാണ്. അതാ ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടോ. ഇത് തൃപ്പൂണിത്തുറയാണ്. പൂർണ്ണത്രേശ്യ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ ആദ്യം അവിടേക്കല്ല കേട്ടോ പോയത്. ഈ റെഡ് ചുരിദാറിട്ട ചേച്ചിയാണ് ബിജു. ആ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ആ ചേച്ചി തൃപ്പൂണിത്തുറ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത്. ചേച്ചിയുടെ ഫ്ലാറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. ഒരു 17 പേരാണ് ഞങ്ങൾ പോയത്. ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സും ഇല്ല, എന്നാലും ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വീടൊക്കെ. ഇത് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ അത്. അതിൻ്റെ ഇടയിൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി വടയും പിന്നെ ജ്യൂസ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണത്രേശ്യ ടെമ്പിളിലേക്കാണ്, തൃപ്പൂണിത്തുറയിൽ. അത് ചേച്ചി ഞാനും കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ആന. പക്ഷെ ആനയുടെ മേത്ത് നല്ലോണം ഇങ്ങനെ പൊട്ടിയ പാടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ എന്താ പറയുക, കവാടം കടന്നിട്ടുള്ള ഒരു ഏരിയയാണിത്. നല്ല തേവര കണ്ട ഒരു ഫീലായിരുന്നു. എന്താ പറയുക, ടെമ്പിളിൻ്റെ ഒരു ഉൾഭാഗമൊക്കെ ശരിക്കും തൃപ്രയാർ അമ്പലം പോലെ എനിക്ക് ഫീൽ ചെയ്ത. ഞങ്ങളെല്ലാവരും അത് പറഞ്ഞിട്ടാണ് നടന്നിരുന്നത്. അതിന് ശേഷം തൊട്ടപ്പുറത്ത് നമുക്ക് അവിടെ വെങ്കിടാചലപതി മന്ദിരം ഒരു ടെമ്പിള് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ അത് തൊഴുതു. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്പലം. ഇതതിൻ്റെ തൊട്ട സൈഡിലായിട്ടുള്ള ഒരു മരം, അത് നല്ല ഭംഗിയുണ്ടായി. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോഗ്രാഫി ആയിരുന്നു, വീഡിയോഗ്രാഫിയൊക്കെ. ഇത് ഞങ്ങൾ ആ ടെമ്പിളിൻ്റെ ഈ സൈഡിൽ കൂടെ ഞാൻ നടന്നപ്പോൾ എടുത്തതാണ്. ഇതാണ് വെങ്കടേശ്വര മന്ദിരം, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. അത് മിനി ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. ബിന്ദു ചേച്ചി, ജയ ചേച്ചി എല്ലാവരും അടുത്തടുത്ത് തന്നെ. ഇനി ഞങ്ങൾ പോകുന്നത് ചോറ്റാനിക്കര ടെമ്പിളിലേക്കാണ്. കുറച്ച് ദൂരമേ ഉണ്ടായുള്ളൂ കേട്ടോ. ട്രാവലറിലായതുകൊണ്ട് വേഗം എത്തുകയും ചെയ്തു. നോക്കിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. വേഗം ഞങ്ങൾ തൊഴുത്ത് ഇറങ്ങി. ഇതിപ്പോൾ ഞങ്ങൾ കീഴ്ക്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അവിടുത്തെ കുളം, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ഫോട്ടോഗ്രാഫി, എല്ലാവരും സെൽഫി എടുത്തു. ചേച്ചി അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോഗ്രാഫിയാന്ന് കരുതി നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ആണ് അവരെടുക്കുന്നത് അറിഞ്ഞില്ല. നല്ല തിരക്കൊന്നും ഉണ്ടായില്ല. എന്താ വെച്ചാൽ വ്യാഴാഴ്ച ആയതുകൊണ്ട് തൃപ്പൂണിത്തുറയിലായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ തൊഴുതിറങ്ങി അപ്പം തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് തൊട്ടടുത്ത് ഈ ഒരു ഷോപ്പിൽ കയറി. ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോയും, ചേച്ചിമാരൊക്കെ ഒരു ദേവിയുടെ ഫോട്ടോ വാങ്ങിച്ചു. ഞാനൊരു ദേവി മഹാത്മ്യം ബുക്ക് വാങ്ങിച്ചു. പിന്നെ ചേട്ടനൊരു കീ ചെയിൻ വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നതാട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ വീണ്ടും ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് എത്തി. എന്നൊക്കെ ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണ്! എല്ലാം നല്ല വൃത്തിക്ക് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിൻഡോയുടെ പുറത്തായിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ്. പക്ഷെ എല്ലാം നന്നായിട്ട് വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പൂക്കളൊക്കെ, റോസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ കിച്ചണാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1-1:30 ആകുമ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും, ചിലർ അവിടെ, കുറച്ച് പേര് ഇവിടെ, അങ്ങനെയൊക്കെ ആയിട്ട് ടൈം പോയതേ അറിഞ്ഞില്ല. എവിടെ നോക്കിയാലും നിറച്ച് ചെടികളായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമായിരുന്നു. ഒരു പ്രത്യേക വിളക്ക്, അതെനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ അതിൻ്റെ ഉൾഭാഗമാണ്. നല്ല രസമാക്കിയിട്ട്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന പോലെ വളരെ രസമായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാതും.
അതിനിടയിൽ ഇതേ ഫുഡ് കഴിക്കാൻ വളരെ വിഭവ സമൃദ്ധമായൊരു സദ്യ തന്നെ ചേച്ചി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ കുറേ ഉണ്ടായിരുന്നു. മീൻകറി, ചിക്കൻ കറി, പിന്നെന്താ ചെമ്മീൻ, പിന്നെന്താ കായുപ്പേരി, പയറുപ്പേരി, പരിപ്പും മുരിങ്ങക്കായും, സാമ്പാർ, അച്ചാർ, പിന്നെന്താ തൈര്, മോര് കറി, അതിൻ്റെ ഇടയിൽ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഐസ്ക്രീം, മാംഗോയുടെ ഐസ്ക്രീം, എന്താ പറയുക, വയറങ്ങോട്ട് നിറഞ്ഞു. അത് കഴിഞ്ഞത് ഞാൻ പോവായിട്ടോ, ഞങ്ങളെല്ലാവരും പോവായി. ചേച്ചിയോട് യാത്ര പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചേച്ചി പാട്ട് പാടുന്നുണ്ട്. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പേനെ കയ്യിലെടുക്കേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ബൈ.